സാധാരണ ചപ്പാത്തി കഴിച്ച് മടുത്തെങ്കിൽ ഈ ഒരു രീതിക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നല്ല ടേസ്റ്റിയാണ്, അതുപോലെ തന്നെ സിമ്പിളായിട്ട് നമുക്ക് തയ്യാറാക്കി എടുക്കാനും പറ്റും. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നൊക്കെ നമുക്കൊന്ന് നോക്കിയിട്ട് വരാം. ഇതിനായിട്ട് ആദ്യം തന്നെ ഒരു ബൗളിലേക്ക് 2 കപ്പ് ഗോതമ്പ് പൊടിയാണ് എടുത്തിരിക്കുന്നത്. ഈ ഒരു അളവിൽ തന്നെ തയ്യാറാക്കി എടുക്കണമെന്നില്ല. നിങ്ങളുടെ വീട്ടിൽ എത്രയാണോ ആളെണ്ണുള്ളത് ആ ഒരു അളവിൽ ഉണ്ടാക്കിയാൽ മതി. ഞാനിപ്പോൾ ഇവിടെ 2 കപ്പ് ഗോതമ്പ് പൊടിയാണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ അളവിൽ ഉപ്പാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണയോ റിഫൈൻഡ് ഓയിലോ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇത് എന്നിട്ടൊന്ന് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക. എണ്ണ എല്ലാ ഭാഗത്തും ഒരേപോലെ എത്താൻ വേണ്ടിയിട്ട് ഇത് സഹായിക്കും. അപ്പോൾ ഈ ഒരു രീതിക്ക് ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്കിത് വെള്ളം ഒഴിച്ചിട്ട് സാധാരണ ചപ്പാത്തിയൊക്കെ കുഴച്ചെടുക്കണ പോലെ കുഴച്ചെടുക്കാം. സാധാരണ വെള്ളമാണ് ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത്, ചൂടുവെള്ളമൊന്നല്ല. അപ്പം വെള്ളം കുറച്ച് കുറച്ചായി ചേർത്ത് നമുക്കിത് കുഴച്ചെടുക്കാം. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കൂട്ടാണ് തയ്യാറാക്കി എടുക്കേണ്ടത്. അപ്പോൾ വെള്ളം കുറച്ച് കുറച്ചായി മാത്രം ചേർത്ത് കൊടുക്കുക. എനിക്കിപ്പോൾ ഇത് കുഴച്ചെടുക്കാനായിട്ട് 1/4 കപ്പിൻ്റെ അടുത്ത് വെള്ളമാണ് ആവശ്യമായിട്ട് വന്നത്. ഇതുപോലെ കൂട്ടൊന്ന് റെഡിയായി വന്നതിന് ശേഷം കൈയെടുക്കാതെ ഒരു 2 മിനിറ്റ് നേരം നല്ല പോലെ തന്നെ ഒന്ന് കുഴച്ചെടുക്കുകയാണെങ്കിൽ കൂട്ട് ഒന്നും കൂടെ സോഫ്റ്റ് ആയിട്ട് വരാൻ വേണ്ടിയിട്ട് സഹായിക്കും. ഈ ഒരു രീതിക്ക് ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വയ്ക്കാം. ഒരു 10 മുതൽ 20 മിനിറ്റ് നേരത്തേക്ക് ഒന്ന് റെസ്റ്റ് ചെയ്താൽ മതി. ആ ഒരു സമയത്ത് നമുക്കിതിൻ്റെ ഫില്ലിംഗ് തയ്യാറാക്കിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു പാനിൽ ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ എണ്ണയാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. എണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ ഒരു മീഡിയം വലുപ്പത്തിലുള്ള സവാള ചെറുതായിട്ട് അരിഞ്ഞതാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. സവാള ഒന്ന് ചെറുതായിട്ട് മൂപ്പിച്ചെടുക്കുന്ന മാത്രമേ ഉള്ളൂ. ഇതുപോലെ സവാള ഒന്ന് വാടി വരുമ്പോൾ ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാനിവിടെ 1/2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ചതച്ചിട്ട് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ്. എന്നിട്ട് ഇത് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ലപോലെ സോട്ട് ചെയ്തെടുക്കാം. ആ ഒരു ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചമണക്കം മാറി ഉള്ളിയൊക്കെ ഒരു ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നത് വരെയാണ് വഴറ്റിയെടുത്തിരിക്കുന്നത്. ഇതിപ്പോൾ ആ ഒരു പാകത്തിന് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് പച്ചക്കറികളാണ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത്. ഏകദേശം 1 കപ്പോളം ക്യാബേജ് ഞാൻ ചെറുതായിട്ട് അരിഞ്ഞ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ തന്നെ ഒരു മീഡിയം വലുപ്പത്തിലുള്ള ക്യാരറ്റ് ചെറുതായിട്ട് അരിഞ്ഞതും 1 മീഡിയം വലുപ്പത്തിലുള്ള ക്യാപ്സിക്കം ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എല്ലാം കൂടെ മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇനി വഴറ്റിയെടുക്കാൻ വേണ്ടിയിട്ട്. ഈ ഒരു പച്ചക്കറിയുടെ ഒക്കെ ഒന്ന് വെള്ളപ്പറ്റ് മാറി വരികയാണ് വേണ്ടത്. ഒരുപാട് അങ്ങ് വാടിപ്പോണ്ട ആവശ്യമില്ല. പച്ചക്കറിയൊക്കെ ചെറുതായിട്ട് കടിക്കാൻ കിട്ടുമ്പോഴാണ് രുചി ഉണ്ടാകുക. ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇതിലേക്ക് 1/2 ടീസ്പൂൺ അളവിൽ ഉപ്പ് ചേർത്തിട്ടുണ്ട്. എരിവിന് പാകത്തിന് 1/2 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് ആണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടി കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ചില്ലി ഫ്ലേക്സിന് പകരം മുളക് പൊടി വേണമെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ്. എല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം. നേരത്തെ പറഞ്ഞതുപോലെ പച്ചക്കറി ഒരുപാട് വേവിച്ചെടുക്കേണ്ട ആവശ്യമില്ല. ചെറിയൊരു ക്രഞ്ചിനെസ്സോട് കൂടിയിട്ട് വേണം ഇത് ഉണ്ടാവാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതുപോലെ ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം ഞാനിവിടെ 1 മിനിറ്റ് നേരത്തേക്ക് ഒന്ന് അടച്ച് വെച്ച് വേവിച്ചിട്ടുണ്ട്. അതിന് ശേഷം ഇതൊന്നും കൂടെ മിക്സ് ചെയ്തെടുക്കാം. ഇത്രയും മാത്രം പച്ചക്കറി വേവിച്ചാൽ മതി, ഒരുപാട് വേവിക്കേണ്ട ആവശ്യമില്ല. ഇതിപ്പോൾ പാകത്തിന് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് സോസുകളാണ് ചേർത്ത് കൊടുക്കാൻ വേണ്ടി പോകുന്നത്. ഇവിടെ ഞാൻ 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസും 1/2 ടേബിൾ സ്പൂൺ ഷേസ്വാൻ സോസുമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഷേസ്വാൻ സോസ് കയ്യിലില്ലാന്നുണ്ടെങ്കിൽ ഒഴിവാക്കിയാലും കുഴപ്പമില്ല. അതിന് പകരം റെഡ് ചില്ലി സോസ് വേണമെങ്കിലും ഉപയോഗിക്കാവുന്നതാണ്. അതിനുശേഷം ഇതൊന്നും കൂടെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു സോസുകൾ ചേർത്ത് കൊടുക്കുമ്പോൾ ഫ്ലെയിം ലോയിലാക്കി വെക്കുക. ഒരു 1/2 ടീസ്പൂൺ സോയാ സോസും കൂടെ ചേർത്തിട്ടുണ്ട്. എല്ലാം കൂടെ ഒരു 1 മിനിറ്റ് നേരത്തേക്ക് ഒന്ന് വഴറ്റിയെടുത്താൽ മതി. ആ ഒരു സമയമാകുമ്പോഴേക്കും ഇത് പാകത്തിന് റെഡിയാകും. സോസ് ഇല്ലാന്നുണ്ടെങ്കിൽ ഒഴിവാക്കിയിട്ട് വേണമെങ്കിലും നമുക്കിത് തയ്യാറാക്കി എടുക്കാവുന്നതാണ്. ഇതിപ്പോൾ പാകത്തിന് റെഡി ആയിട്ടുണ്ട്. ആ ഒരു ഫില്ലിംഗ് തയ്യാറാക്കിയെടുക്കുന്ന അത്രയും സമയമാണ് ഞാൻ ഈ ഒരു കൂട്ട് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ചത്. കൂട്ട് ഒന്നും കൂടെ സോഫ്റ്റായിട്ട് വന്നതായിട്ട് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകുന്നുണ്ടാകും. ഇനി ഇത് ഉരുളകളാക്കിയിട്ട് മാറ്റിയെടുക്കാനാണ് പോകുന്നത്. മീഡിയം വലുപ്പത്തിലുള്ള ഉരുളകളാണ് ഞാനിവിടെ തയ്യാറാക്കി എടുത്തിരിക്കുന്നത്. ഈ ഒരു അളവിൽ എനിക്ക് മീഡിയം വലുപ്പത്തിലുള്ള 7 ഉരുളകളാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു വലുപ്പത്തിലുള്ള ഉരുളകൾ ഞാനിവിടെ തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതെങ്ങനെയാണ് സെറ്റ് ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം. അതിലൊരു ഉരുള എടുത്തതിന് ശേഷം ഗോതമ്പ് പൊടിയിൽ ഒന്ന് ചെറുതായിട്ട് ഡസ്റ്റ് ചെയ്തിട്ട് നമുക്കൊന്ന് പരത്തിയെടുക്കാം. പരത്തിയെടുക്കുന്നത് ഇതുപോലെ നീളത്തിലാണ് ഒന്ന് പരത്തിയെടുക്കുന്നത്. ഇത് ചെയ്യാൻ വേണ്ടി പോകുന്നത് ലെയറുകളാക്കിയിട്ട് എടുക്കാനാണ് പോകുന്നത്. അപ്പോൾ ഇതുപോലെ ഒന്ന് പരത്തിയെടുക്കുക. പരത്തിയെടുത്തതിന് ശേഷം അതിനെ 3ആയിട്ട് ഒന്ന് ഭാഗിച്ചെടുക്കാം. ഇതുപോലെ കൈ ഉപയോഗിച്ച് 3 പാർട്ടുകളായിട്ടൊന്ന് മാറ്റിയെടുക്കുക.
ഇതുപോലെ മാറ്റിയെടുത്തതിന് ശേഷം അതിൻ്റെ നടുഭാഗത്തേക്കായിട്ട് കുറച്ച് നെയ്യാണ് ഞാനിവിടെ തടവി കൊടുക്കുന്നത്. നെയ്ക്ക് പകരം എണ്ണ വേണമെങ്കിലും തടവാവുന്നതാണ്. അപ്പോൾ അതും കൂടെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇതിൻ്റെ മുകളിലേക്കായിട്ട് ഗോതമ്പ് പൊടിയാണ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇതുപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം വീഡിയോയിൽ കാണിച്ചിരിക്കുന്നത് പോലെ ഒന്നിന് മുകളിൽ ഒന്നായിട്ട് വെച്ച് കൊടുക്കാം. ഈ ഒരു രീതിക്ക് തയ്യാറാക്കുമ്പോൾ നമുക്കിത് ലെയറുകളായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് സഹായിക്കും. അപ്പോൾ ഈ ഒരു രീതിക്ക് ഒന്ന് അമർത്തി കൊടുത്തതിന് ശേഷം ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് ഗോതമ്പ് പൊടി കൂടെ സ്പ്രെഡ് ചെയ്തിട്ട് സാധാരണ ചപ്പാത്തിയൊക്കെ പരത്തിയെടുക്കുന്ന പോലെ പരത്തിയെടുക്കാം. നല്ല കനം കുറച്ച് വേണം പരത്തിയെടുക്കാൻ വേണ്ടിയിട്ട്. ഇതിപ്പോൾ ഞാനിവിടെ നല്ല കനം കുറച്ച് തന്നെ പരത്തിയെടുത്തിട്ടുണ്ട്. ഈ ഒരു കനത്തിലാണ് ഞാനിപ്പോൾ പരത്തിയെടുത്തിരിക്കുന്നത്. ഇനി ഇതിൻ്റെ നടുഭാഗത്തേക്കായിട്ട് ഞാനിവിടെ കുറച്ച് മയോണൈസാണ് എടുത്തിരിക്കുന്നത്. ഇത് ഓപ്ഷനിലാണ്. ഇത് ചേർക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. കയ്യിലുണ്ടെങ്കിൽ ചേർത്തോളൂ. അതും കൂടെ വരുമ്പോൾ രുചി ഒന്നും കൂടെ കൂടും. അപ്പോൾ അതിൻ്റെ നടുഭാഗത്തേക്കായിട്ട് ഞാൻ മയോണൈസ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇതിൻ്റെ മുകളിലേക്കായിട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആ ഒരു ഫില്ലിങ്ങിൻ്റെ ചൂടൊക്കെ ഒന്ന് മാറി വന്നതിന് ശേഷം വേണം വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. അതിനുശേഷം ഓരോ ഭാഗം എടുത്തിട്ട് വീഡിയോയിൽ കാണിച്ചിരിക്കുന്നത് പോലെ മടക്കിയെടുക്കുക. വെള്ളമൊന്നും ആക്കേണ്ട ആവശ്യമില്ല. ഇതുപോലെ ഒന്ന് മടക്കിയെടുത്താൽ മാത്രം മതി. ആദ്യം 2 ഭാഗം എടുത്ത് വെച്ച് ഇതിൻ്റെ മുകളിലേക്കായിട്ട് അടുത്ത ഭാഗം കൂടെ വെച്ച് ഒന്ന് ചെറുതായിട്ട് അമർത്തി കൊടുത്താൽ മാത്രം മതി. ഒരുപാട് ബലം കൊടുക്കരുത്. നമ്മളിത് നല്ല തിന്നായിട്ടാണ് പരത്തിയെടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു രീതിക്ക് വേണം നമ്മൾ സെറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇത് നമ്മൾ പരത്തിയെടുക്കാനൊന്നും പോകുന്നില്ല. ഈ ഒരു രീതിയിലാണ് നമ്മളിത് തയ്യാറാക്കിയെടുക്കുന്നത്. ഇതേപോലെ തന്നെ ബാക്കിയുള്ളതൊക്കെ ഞാനിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതെങ്ങനെയാണ് കുക്ക് ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു തവ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അതിന് മുകളിലേക്ക് ഞാൻ കുറച്ച് നെയ്യൊന്ന് തടവി കൊടുത്തിട്ടുണ്ട്. നെയ്യ് തടവിയതിന് ശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്നത് ഓരോന്നായിട്ട് വെച്ച് കൊടുക്കാം. ഇത് അത്യാവശ്യം വലിയൊരു തവയായതുകൊണ്ട് ഞാൻ 3 എണ്ണം വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഇതിൻ്റെ മുകളിലേക്കും ഞാൻ കുറച്ച് നെയ്യൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നെയ്യോ എണ്ണയോ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അതിനുശേഷം നമുക്കിത് മറിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് എല്ലാ ഭാഗവും നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നത് വരെയാണ് ഇത് കുക്ക് ചെയ്തെടുക്കേണ്ടത്. ബാക്കിയുള്ള കുക്കിംഗ് ഒക്കെ നമ്മൾ സാധാരണ എങ്ങനെയാണോ ചപ്പാത്തിയൊക്കെ കുക്ക് ചെയ്തെടുക്കുന്നത് അതുപോലെ തന്നെ ഇതിൻ്റെ ആ ഒരു സൈഡ് ഭാഗം കൂടെ മൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. ഇത് ഈ ഒരു രീതിക്കും കൂടെ വെച്ച് എല്ലാ ഭാഗവും നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നത് വരെ ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇവിടെ കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ പാകത്തിന് റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മളുടെ പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ശരിക്കും പറഞ്ഞാൽ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഈവനിങ് സ്നാക്കായിട്ടോ ഡിന്നറായിട്ടോ ഒക്കെ കഴിക്കാൻ വേണ്ടി പറ്റുന്നതാണ്. പുറമേ നല്ല ക്രിസ്പി ആയിട്ടാണ് ഇരിക്കുക. ഉള്ളിൽ നല്ല എരിവോട് കൂടിയിട്ടുള്ള ഫില്ലിംഗ് ആണ് കൊടുത്തിരിക്കുന്നത്. എല്ലാവരും എന്തായാലും ട്രൈ ചെയ്ത് നോക്കൂ. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാവും. ട്രൈ ചെയ്തതിന് ശേഷം ഫീഡ്ബാക്സ് ഒക്കെ പറയാൻ മറക്കരുത്. വീണ്ടും ഒരു നല്ല റെസിപ്പിയുമായി കാണാം.